ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ ടൈം രാവിലെ 4:30. നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു ബീച്ചിൽ സൺറൈസ് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് നമ്മൾ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങി. ഇവിടെ നൈറ്റ് നല്ല തണുപ്പുണ്ടായിരുന്നു. സോ നമ്മൾ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം അവിടെയാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഭയങ്കര ഇരുട്ടായിരുന്നു. അവിടെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നും ഇല്ല. ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നും ഇല്ല. പിന്നെ ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ടുള്ള ട്രാൻസിഷൻ ഭയങ്കര ക്വിക്കായിരുന്നു. ഒരു 6 മണിക്കുള്ളിൽ തന്നെ അവിടെ നല്ലപോലെ വെളുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ഡിഫിക്കൽട്ടി ആയിരുന്നു. ഫസ്റ്റ് പെട്ടെന്ന് നമ്മൾ എത്തിയായിരുന്നു. അങ്ങനെ നമ്മൾ സൺറൈസ് കാണാൻ ഡയമണ്ട് ബീച്ചിലോട്ട് വന്നേക്കുവാണ്. നമ്മളുടെ സ്റ്റേന്ന് അറൗണ്ട് 50 to 55 മിനിറ്റ്സ് ഉണ്ടായിരുന്നു ബീച്ചിലോട്ട്. ഫൈനലി നമ്മൾ സ്പോട്ട് എത്തിയിരിക്കുകയാണ് സൺറൈസ് കാണാനായിട്ട്. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് ആ ആൾക്കാർ നിൽക്കുന്ന അതുവരെ പോകണം, അങ്ങറ്റം വരെ പോകണം. മേ ബി ഇൻ ബിറ്റ്വീൻ സൺറൈസ് കഴിയുമായിരിക്കും. പക്ഷേ നമുക്ക് എന്തായാലും സൺറൈസ് കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത, നമ്മൾ ഏത് ബീച്ചിലോട്ട് പോവുകയാണെങ്കിലും അത്യാവശ്യം നല്ല പോലെ നടക്കാനുണ്ട്. അത് ഈ മോർണിംഗ് തണുപ്പത്ത് നടക്കുമ്പം നമ്മൾ അത്യാവശ്യം ഒരു ലെവലാവും. പിന്നെ സ്ട്രെയിറ്റ് റോഡും അല്ല, കയറി ഇറങ്ങിയാണ്. അപ്പോൾ അത്യാവശ്യം നടക്കാനുണ്ട്. പിന്നെ ഇത്രയും ദിവസത്തിൽ ഏറ്റവും കുറച്ച് നടക്കാൻ ഉള്ള ഒരു ബീച്ചാണ് ഇതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ പോയതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ബെറ്റർ ആയിരുന്നു നമുക്ക്. അങ്ങനെ ആ സ്പോട്ടിലാണ് നമ്മൾ സൺറൈസ് കാണാനായിട്ട് പോകുന്നത്. ആ മേളിൽ എൻട്രി ഫീ വരുന്നുണ്ട്. നമുക്ക് എൻട്രി ഫീയും ബൈക്ക് പാർക്കിങ്ങും കൂടെ ചേർത്ത് 75K ആയത്. അങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് നടന്ന് നമ്മൾ ലാസ്റ്റ് ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അത് കറക്റ്റ് സൺറൈസ് വ്യൂ കിട്ടുന്ന പ്ലേസിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഫിക്സായി, സൺറൈസ് കഴിയുന്നവരെ അവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷേ പിന്നെ ഇവിടുത്തെ ബീച്ചിൻ്റെ ഒക്കെ പ്രത്യേകത ഈസ് എക്സാക്ട്ലി ദി കളർ കോമ്പിനേഷൻ. ആ ട്രാൻസിഷൻ ഓഫ് കളേഴ്സ് ഈസ് ബ്യൂട്ടിഫുൾ. അത് കാണേണ്ടത് തന്നെയാണ് അവിടെ പോയി. അങ്ങനെ കുറച്ച് ടൈം ഇരുന്നപ്പോൾ തന്നെ സൺറൈസ് ആയിരുന്നു. ടൈം സ്ലാബൊക്കെ ഇട്ട് നമ്മൾ സൺറൈസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ലൈക്ക് നമ്മൾ വേറൊന്നും തിങ്ക് ചെയ്യുന്നില്ല. ലൈക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ സൺറൈസ് വിത്ത് സീൻ്റെ കളർ, ദി ലൈം സ്റ്റോൺ മൗണ്ടെയിൻസ്, എവ്രിതിങ് വാസ് യുണീക്ക്. സോ ഈ ഡയമണ്ട് ബീച്ച് എന്ന പേര് വന്നത് ലൈക്ക് ആ കാണുന്ന ആ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ലൈം സ്റ്റോൺ കാരണമാണ്. സോ അതിനൊരു ഡയമണ്ട് ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഡയമണ്ട് ബീച്ച് എന്ന പേര് വന്നത്. ഇത് അതർ സൈഡ് ഓഫ് ദി സൺറൈസ് ആണ്. നമുക്ക് ഈ ബീച്ചിൻ്റെ താഴെ പോകാൻ പറ്റും. ഇന്നലെ ഇറങ്ങിയ പോലെ തന്നെയാണ്, അത്യാവശ്യം കുറേ ഇറങ്ങാനുണ്ട്. സോ നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എത്രത്തോളം പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബട്ട് സ്റ്റിൽ തോട്ട് ഓഫ് ഗിവിങ് ഇറ്റ് എ ട്രൈ. ഇതാണ് ഡയമണ്ട് ബീച്ച്. ഈ വഴി വേണം നമുക്ക് ഇറങ്ങി താഴത്തോടെ പോകാൻ. സോ യെസ്, ഇവിടെ ഫുൾ ലൈം സ്റ്റോൺസ് ആണ് ഈ ബീച്ച് ഫുള്ളും. ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് താഴെ ആൾക്കാർ നിൽക്കുന്ന സ്പോട്ട് വരെ പോകാനുണ്ട്. ആൻഡ് കുറച്ച് സ്ലോ ആയിരിക്കും. ഫസ്റ്റ് ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി വർത്ത്. ഈ സ്റ്റെപ്സൊക്കെ ലൈം സ്റ്റോൺ ആണ്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ലൈം സ്റ്റോൺസ് ആണ്. ബട്ട് നമ്മൾ ഹാലോം ബേ പോയപ്പോൾ ഇതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു. ഇവിടെ ആക്ച്വലി നമ്മൾ ഇന്നലെ ഇറങ്ങേണ്ട അത്രയും പാടില്ല. അറ്റ്ലീസ്റ്റ് ഇവിടെ സ്റ്റെപ്സ് ഉണ്ട്. സോ കുറച്ച് സ്ലോ ആയിട്ട് ഇറങ്ങാൻ പറ്റും. അത്യാവശ്യം സ്കിഡിയാണ്, ബട്ട് സ്ലോ ആയിട്ടാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ തിരിച്ചു കയറാനും ഈസി ആയിരിക്കും. ബിക്കോസ് സ്റ്റെപ്സ് ഉള്ളതുകൊണ്ട് താഴെ വരെ അങ്ങ് സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ താഴെ എത്തി. സോ
ക്ലോസ് വ്യൂ. ആക്ച്വലി ഇവിടെ സ്പ്രിങ് ഉണ്ടെന്ന് തോന്നുന്നു. കറൻ്റ് ഇപ്പോൾ ആരും ഇല്ല ഇവിടെ എന്തായാലും. സോ അങ്ങനെ ഡയമണ്ട് ബീച്ചിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. ഫൈനലി നമ്മൾ താഴെ എത്തി. സോ ദി കളർ ഈസ് ബ്യൂട്ടിഫുൾ, ലൈക്ക് വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ വിത്ത് സൺറൈസ് ഈസ് എ പെർഫെക്റ്റ് കോമ്പിനേഷൻ. സോ നമുക്ക് അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് തിരിച്ച് മുകളിലോട്ട് കയറിയിട്ട് നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകാനായിട്ടാണ് പ്ലാനിങ്. നമ്മൾ താഴെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് പോവുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകാൻ പോവുക. അപ്പോൾ ഇവിടെ നിന്ന് കയറിയിട്ട് ആണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്, എവിടെയാണ് പോകുന്നത്. ഇന്നലെ നമുക്കൊരു സ്പോട്ട് മിസ്സായിട്ടുണ്ടായിരുന്നു. സോ അത് ഇന്ന് കവറപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ കാണാം. നമ്മൾ ഹാഫ് വേ ആയി. ഇനി കുറച്ചും കൂടെ പോയാൽ മുകളിലെത്തും. ഇവിടെ സ്റ്റെപ്സ് ഉള്ളതുകൊണ്ട് ബെറ്ററാണ്. ഇതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഡയമണ്ട് ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു 1000 ഐലൻഡ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിൽ വന്നേക്കുവാണ്. ഡയമണ്ട് ബീച്ചിൽ നിന്ന് അറൗണ്ട് 3 minutes ഒക്കെ ഉള്ളൂ ബൈ ബൈക്ക്. സോ അവിടെ വ്യൂ പോയിൻ്റാണ് ഈ ഐലൻഡിൻ്റെ. ഇപ്പം അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ എല്ലാ പ്ലേസിലും പാർക്കിംഗ് ഫീ വരുന്നുണ്ട്. ഇപ്പം ഐലൻഡ് വ്യൂ പോയിൻറ്റിലേക്ക് വന്നപ്പോൾ നമുക്ക് 5000 ആണ് പാർക്കിംഗ് ഫീ വന്നത്. ഒരു എൻട്രി ഫീ വരുന്നുണ്ട് പെർ പേഴ്സൺ 25K. സോ ഈ 25Kയിൽ അവർ 1 വാട്ടർ ബോട്ടിലും തരും, പിന്നെ ഇങ്ങനെ ഒരു ബാൻഡ് തരും. ആക്ച്വലി ഇതൊരു വില്ല പോലത്തെ സെറ്റപ്പാണ്. അപ്പം അതിൻ്റെ അകത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് വില്ല. ആക്ച്വലി ഇവിടെ ഫേമസ് ആയ ഒരു ട്രീ ഹൗസ് ഉണ്ട്. സോ അങ്ങോട്ട് പോകാനാണ് ഈ എൻട്രി ഫീ വന്നത് 25K. ഒരു സ്റ്റെപ്പ് ഇറങ്ങി അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ അത് വീണ്ടും ടിക്കറ്റ് കൗണ്ടർ. അതായത് 25K നമ്മൾ എൻട്രൻസിന് കൊടുത്തു, 5K പാർക്കിംഗ് കൊടുത്തു. ഇനിയിപ്പോൾ ഇവിടെ നമ്മളുടെ ഫോണിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിലും അവർ ഫോട്ടോ എടുത്ത് തരുവാണെങ്കിലും നമ്മൾ ടിക്കറ്റ് എടുക്കണം. യാ, സോ ഇതാണ് ഫീ വരുന്നത്. 50K, 75K, പിന്നെ 50K. അപ്പം നമ്മൾ പിക്ചേഴ്സ് എടുത്തില്ലെങ്കിൽ അവർക്ക് പൈസ വേണ്ട. പിക്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ പിക്ചർ എടുക്കുന്നില്ല, പോയി സൈറ്റ് കണ്ടിട്ട് വരാനുള്ള പ്ലാനാണ്. അവിടെ ആളില്ലെങ്കിൽ പിന്നെ നോക്കാം, ആളുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല. പക്ഷെ എന്തായാലും സോഫ പിക്ചർ എടുക്കാനുള്ള പ്ലാനില്ല. ഇവിടെ പിന്നെ ടൂറിസ്റ്റ് ആണെന്ന് അറിയുമ്പോൾ അവർ ഐലൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ ഒരുപാട് മണി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇന്നലെ നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് പോയായിരുന്നു. അപ്പോൾ ആക്ച്വലി പെട്രോള് 16K ഉള്ളൂ 1 ലിറ്ററിന് ഇവിടെ. അപ്പം അവർ ആദ്യം പെട്രോൾ അടിക്കാനായിട്ട് 20K പറഞ്ഞു. അടിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു 30K എന്ന്. അങ്ങനെ പിന്നെ കുറച്ച് സംസാരമായി. ലാസ്റ്റ് 20K കൊടുത്തിട്ട് നമ്മൾ താഴോട്ട് വന്നു. കാരണം ലൈക്ക് അവർ ഭയങ്കരമായിട്ട് യൂസിങ് മെൻറ്റാലിറ്റി ഉള്ളവരാണ്. പക്ഷേ എല്ലാ പ്ലേസിലും അതില്ല, ചില പ്ലേസസിലും മാത്രം. ഇതാണ് ഈ ഇതിലേക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാനാണ് ഈ എമൗണ്ട് പേ ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ താഴെ പോകാണ്ട് ഒരു കളിയില്ല. നമ്മൾ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി തന്നെ ഒരു ലെവലാവും. ഇപ്പം നമ്മൾ 4 ദിവസമായി ഇവിടെ വന്നിട്ട്, ആ 4 ദിവസമായിട്ടും ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കയറി ഇറങ്ങുന്നു. അപ്പോൾ എന്ത് കാണണമെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് പോയിട്ടായിരിക്കും മുകളിലോട്ട് കയറി വരേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം നടന്ന് നമ്മൾ ആ പോയിന്റിൽ പോകുമ്പോഴാണ് ഐലൻഡ് കാണാൻ പറ്റുന്നത്. പക്ഷേ എനിക്ക് ഇവിടെ നിന്നിട്ട് ഒന്നും കാണുന്നില്ല. ഇനി അവിടെ പോകുമ്പോൾ എന്ത് കാണുമെന്ന് അറിയത്തില്ല. സോ ഈ 1000 ഐലൻഡ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡയമണ്ട് ബീച്ചിൻ്റെ അവിടെ പോയി നിന്ന് കാണുന്നത് തന്നെയാണ്. സോ അതിൻ്റെ പിറകെയുള്ളതും കുറച്ച് ഐലൻഡ് ഉണ്ടായിരുന്നു, അതും കൂടെ കാണാൻ പറ്റും. ഇനിയിപ്പം നമ്മൾ നേരെ മുകളിലോട്ട് കയറുവാണ്. നെക്സ്റ്റ് പോയിന്റ് മേ ബി ലൈക്ക് നമ്മളൊരു സ്നോർക്കലിംഗ് ടൂറ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങോട്ടായിരിക്കും. ഇൻ ബിറ്റ്വീൻ വേറെ എങ്ങോട്ടേലും പ്ലാൻ ഉണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല ഡ്യൂ ടു ടൈം കൺസ്ട്രെയിൻസ്. സോ മുകളിൽ ഇനി അത്രയും കയറാനുണ്ട്. സോ ഇതാണ് ആ സ്റ്റെപ്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ്. സോ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ കാണുന്ന ഐലൻഡ് ബാക്കിൽ നിങ്ങൾക്ക് കുഞ്ഞതായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. സോ അതും ഈ ഡയമണ്ട് ബീച്ചിൻ്റെ വ്യൂവും കൂടെ ചേർത്തിട്ടാണ് ഇവർ 1000 ഐലൻഡ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആക്ച്വലി മുകളിൽ നിന്നാൽ തന്നെ കാണാൻ പറ്റും.
ബട്ട് നമ്മൾ വേറെ എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് വന്നതാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് വർത്ത്. പിന്നെ ഈ സ്പോട്ട് നിങ്ങളെല്ലാവരും കണ്ട് കാണുമല്ലോ, എല്ലാ സെലിബ്രിറ്റീസിൻ്റെയും പ്രൊഫൈലൊക്കെ ഉള്ളതാണ് ട്രീ ഹൗസ്. സോ ഇതിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് 75K ആണ് നമുക്ക് ചാർജസ് വരുന്നത്. പിന്നെ തിരിച്ചു കയറിയപ്പം നമുക്ക് ഇതല്ലാണ്ട് വേറൊരു സ്പോട്ട് കിട്ടി. അവിടെ നിന്നപ്പം ഈ 1000 ഐലൻഡും ഈ ഡയമണ്ട് ബീച്ചും എല്ലാം നല്ലപോലെ കാണാൻ പറ്റിയായിരുന്നു. നടന്ന് ആ കാണുന്ന സ്പോട്ടിലാണ് പോകാനുള്ള. ആ കാണുന്ന സ്പോട്ടിൽ നിൽക്കുവാണെങ്കിൽ നമുക്കത് ഈ 2 ഐലൻഡ്, ബാക്കിലെ 2 ഐലൻഡ്, ആ ഐലൻഡ്, പിന്നെ ആ ഡയമണ്ട് ബീച്ചിൻ്റെ സൈഡ് അത് ഫുൾ കാണാൻ പറ്റും. സോ ഇതിനാണ് നമ്മൾ താഴോട്ട് പോകുന്നത്. ആക്ച്വലി നൂസ പെനീഡ ഒരു ഐലൻഡാണ്, ഭയങ്കര കുഞ്ഞ് ഐലൻഡാണ്. പക്ഷേ നമുക്ക് 1 place to another place ട്രാവൽ ചെയ്യാൻ മിനിമം 1 hour ട്രാവലിംഗ് ഉണ്ട്. എസ്പെഷ്യലി കുഞ്ഞു റോഡും കൂടെയാണ്. ആൻഡ് റോഡായിട്ടില്ല ഇവിടെ, ലൈക്ക് ഫുൾ പൊളിഞ്ഞു കിടക്കുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ ടൂറിസ്റ്റ് പാക്കേജ് തന്നെ ഉണ്ട്, ഡേ ഔട്ട് പാക്കേജ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പം അവർ രാവിലെ 8 മണിയൊക്കെ ആകുമ്പോൾ അവർ കാർ എടുത്തിട്ട് തുടങ്ങും. അപ്പോൾ ഫുൾ ടൂറിസ്റ്റ് അങ്ങനത്തെ പാക്കേജാണ് ബുക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ റോഡ് ഭയങ്കര കുറവാണ്. ആൻഡ് രാത്രി 7 മണിക്ക് ശേഷം റോഡിൽ ആളേ കാണാറില്ല. അപ്പം അതുമല്ലാതെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ല. അപ്പോൾ സോ ട്രാവലിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. അപ്പോൾ ലൈക്ക് നമ്മൾ എല്ലാം ഒരുമിച്ച് കാണുമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് 2 സ്പോട്ട് മിസ്സായിരുന്നു. നമ്മൾ വിചാരിച്ച റോഡൊക്കെ നല്ലതായിരിക്കും എന്ന്, ബിക്കോസ് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട്. പക്ഷേ റോഡായിട്ടില്ല ഇവിടെ. അപ്പോൾ ലൈക്ക് നോക്കി പ്ലാൻ ചെയ്യേണ്ടി വരും നമ്മൾ. ഇത് ഇവിടെ പെട്രോൾ പമ്പായിട്ടില്ല. ഇവിടെ ഓരോ വീട്ടിലാണ് പെട്രോൾ വിൽക്കുന്നത്. ഇവർ ബോട്ടിലാക്കി വെക്കും. പിന്നെ ചിലവർ ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ളവർ പെട്രോൾ പമ്പിൽ കാണുന്ന മെഷീൻ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷേ റേറ്റ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ ഉബൂദിൽ നമുക്ക് 10,000 ആയിരുന്നു വന്നത്. പക്ഷേ ഇവിടെ ഈ ഐലൻഡിൽ 16,000 വരുന്നത്. പെട്രോൾ തീർന്നിട്ട് മാക്സിമം പോയി പെട്രോൾ അടിക്കാതിരിക്കുക. അവർ അത്യാവശ്യം നല്ല റേറ്റ് ചോദിക്കും. കാരണം പെട്രോൾ ഇല്ലാണ്ട് നമ്മൾ കഷ്ടപ്പെടുവാണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പം അവർ പറയുന്ന റേറ്റൊന്നും ആയിരിക്കില്ല ചോദിക്കുന്നത്. അത്യാവശ്യം 30-40 ഒക്കെ ചോദിക്കും. അപ്പം മാക്സിമം പെട്രോൾ തീരുന്നതിന് മുന്നേ റീഫിൽ ചെയ്യാം. അങ്ങനെ നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ് സ്നോർക്കലിംഗ് ചെയ്യാനായിട്ടുള്ള ബീച്ചിലോട്ട്, അതായത് ഈ നൂസ പെനീഡയിൽ താഴെയുള്ള ബീച്ചിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ ഇനി അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ സ്നോർക്കലിംഗ് ചെയ്യാനായിട്ട് സ്നോർക്കലിംഗ് പോയിന്റിൽ വന്നേക്കുകയാണ്. സോ ഈ ഒരു ഏരിയ, ഈ ഒരു 25 kilometers ഫ്രം ഡയമണ്ട് ബീച്ച് നമുക്ക് യൂറോപ്പ് പോലെയായിരുന്നു തോന്നിയത്. ലൈക്ക് ഫുൾ ബീച്ച് സൈഡ് റോഡും ലൈക്ക് ഇതേപോലത്തെ ബീച്ചിൻ്റെ കളറും അത്യാവശ്യം നല്ല ഡെവലപ്ഡ്. നമ്മൾ നൂസ പെനീഡയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്പോട്ട് കാണുന്നത് തന്നെ. സോ ഇതാണ് ഇവിടുത്തെ ഹാപ്പനിങ് പ്ലേസ്. അത്യാവശ്യം നല്ല കുറേ റിസോർട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് സ്റ്റേ എടുത്തേക്കുന്നത്. ആൻഡ് റോഡും നല്ലത്. ആ ഒരു 25 kilometers റോഡ് ഭയങ്കര നല്ലത്. പിന്നെ നമ്മളിപ്പോൾ സ്നോർക്കലിംഗ് പോയിന്റിൽ എത്തി. അപ്പോൾ ഇവിടെ നമുക്ക് കാലിടാനുള്ളതും നമുക്ക് ഈ ഒരു ഗിയറും തന്നിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ അത് ഫിക്സ് ചെയ്യുവാണ്. ഇപ്പോൾ സൈസ് നോക്കണം. ഇവിടെ സൈസ് ഡൗൺ ആണെന്ന് തോന്നുന്നു. കാരണം അവർ UK 8 എനിക്ക് തന്നത് ഭയങ്കര ചെറുതാണ്. അപ്പോൾ സൈസ് ഡൗൺ ആണ്. അതുകൊണ്ട് നമ്മൾ ഗിയറൊക്കെ വാങ്ങിച്ചിട്ട് ബോട്ടിലോട്ട് പോവുകയാണ്. ബോട്ടിൽ പോയിട്ട് സെൻറ്ററിൽ വെച്ചിട്ടാണ് സ്നോർക്കലിങ്ങിന് പോകുന്നത്. അത് ഒബ്വിയസ് ആണല്ലോ. അപ്പോൾ നമ്മൾ അവരുടെ ബോട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇവരുടെ ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ട്. പക്ഷെ അവിടെ സേഫ് ലോക്കറൊന്നുമില്ല. ആ റിസപ്ഷൻ ഏരിയയിൽ നമുക്ക് നമ്മുടെ തിങ്സ് വെച്ചിട്ട് പോവാം. നമ്മൾ ഇത് ബുക്ക് ചെയ്ത് ക്ലൂക്കിലൂടെയാണ്. സോ ക്ലൂക്കിൽ മാത തന്നെയാണ്, മാത സ്നോർക്കലിംഗ് ആണ് നമ്മൾ പ്രിഫർ ചെയ്തത്. സോ അവർ അത്യാവശ്യം നല്ല ഡീലും ആയിരുന്നു, നല്ല റിവ്യൂ ഉണ്ടായിരുന്നു. സോ അവരുടെ ബോട്ടാണിത്. നമ്മൾ ബോട്ടിൽ കയറി. സോ ഇവിടെ നെക്സ്റ്റ് പോയിന്റിലോട്ട് കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ 10 സ്പോട്ട് എത്താറായി. നോർമലി
ഇതായിരിക്കും ഫസ്റ്റ് സ്പോട്ട്. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഈ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ഡോൾഫിനെ നേരിട്ട് കാണാനുള്ളൊരു ചാൻസ് കിട്ടി. അപ്പം നമ്മളിത് പോകുന്ന സ്പോട്ടിൽ പോകുന്ന വഴിക്കാണ് നമ്മൾ ഡോൾഫിൻ ഗ്രൂപ്പിനെ കണ്ടത്. സോ അവിടെ നമ്മളൊന്ന് ഹോൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ ഓവർ എക്സൈറ്റഡ് കാരണം എനിക്ക് അധികം എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ബിക്കോസ് ദേ വേ ഫാസ്റ്റ് മൂവിങ്. അങ്ങനെ നമ്മൾ സ്പോട്ട് എത്തി. സോ ആദ്യത്തെ സ്പോട്ടിലൊന്നും ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ സെക്കൻഡ് സ്പോട്ടൊക്കെ ആയപ്പോൾ നമ്മളൊന്ന് വെള്ളത്തിൽ ഇറങ്ങിയായിരുന്നു. ഭയങ്കര വേവ്സ് ഉണ്ടായിരുന്നു. സോ അവർ ഓരോ സ്പോട്ടിൽ നിർത്തുമ്പോൾ വേവ്സ് കാരണം അവർ ഇറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രിക്കോഷൻ എടുത്തിട്ടൊക്കെയാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഭയങ്കര വേവ്സ് ആയിരുന്നു. സോ എനിക്ക് അത്യാവശ്യം മോഷൻ സിക്നസ് ഉള്ള ഒരാളാണ്. സോ ഞാൻ ടാബ്ലറ്റ്സ് ഒന്നും എടുക്കാണ്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങുകയും ചെയ്തു. ഐ വാസ് ജീവൻ മരണ പോരാട്ടമായിരുന്നു അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട്. സോ ആദ്യത്തെ 2-3 സ്പോട്ടിലൊന്നും കാണാനില്ലായിരുന്നു. അങ്ങനെ 4ാമത്തെ സ്പോട്ടിൽ പോയപ്പോൾ ഇവർ കുറച്ച് മീറ്റ് എന്തോ ഇട്ടിട്ട് കൊടുത്തു. അങ്ങനെ കുറേ ഫിഷസ് വന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ ഫോണിലെടുത്ത വീഡിയോ ആണ്. പക്ഷെ ഒന്നും കാണാനില്ല, ഒരു മീൻ പോലും അവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഒന്നാമതേ കഷ്ടപ്പെട്ടാണ് ഇറങ്ങിയത്, എന്നിട്ട് ഒരു മീനിനെ പോലും കാണാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ തിരിച്ച ബോട്ടിൽ കയറി ലാസ്റ്റ് സ്പോട്ടിൽ പോയി. പിന്നെ നമ്മൾ കുറച്ച് മീനിനെ ലാസ്റ്റ് സ്പോട്ടിൽ കാണാൻ പറ്റിയായിരുന്നു. അതിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങണം എന്ന് തന്നെ ഒന്നും ഇല്ലായിരുന്നു. അല്ലാണ്ട് തന്നെ നമുക്ക് ക്ലിയർ വാട്ടർ ആയതുകൊണ്ട് നല്ലപോലെ ബോട്ട് ഇരുന്ന് തന്നെ കാണാൻ പറ്റിയായിരുന്നു. അങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ കഥ അവിടെ കഴിഞ്ഞു. പിന്നെ റൂമിൽ പോയിരുന്ന ഫ്രഷൊക്കെ ആയപ്പോഴാണ് തിരിച്ച് ബോധം വന്നത്. നമ്മൾ സ്നോർക്കലിങ് കഴിഞ്ഞ് വന്ന് ഫ്രഷായിട്ട് റൂം ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുവാണ്. ഇപ്പം 4 മണിക്കാണ് നമുക്ക് ഫെറി ഉള്ളത്. ഫെറിയിൽ തിരിച്ച് നമ്മൾ സനൂറിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ഒരു ട്രാവലുണ്ട്. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഒരു ഫ്ലൈറ്റ് ഉണ്ട്. അവിടെ നിന്ന് കയറിയിട്ടാണ് നമ്മൾ ജാവയിലോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി എന്തായാലും. അങ്ങനെ നമ്മൾ പോർട്ടെത്തി. പോർട്ടെത്തുന്ന തന്നെ ഒരു 5 മിനിറ്റ്സ് മുന്നേ തൊട്ട് ഭയങ്കര ട്രാഫിക് ജാമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ബൈ വാക്കാണ് പോർട്ടിൽ വന്നത്. പോർട്ടിൽ വന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. 4:30 നമുക്ക് ഫെറി വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഇവിടെ നിന്ന് നേരെ സനൂറിലാണ് പോകുന്നത്. ഇവിടുത്തെ പോർട്ടിൽ അത്യാവശ്യം വെള്ളം ബാക്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ബോട്ട് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പം നമ്മൾ ഇറങ്ങി നടന്ന് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പം നമ്മൾ ലഗേജ് അവർ സ്യൂട്ട് കേസൊക്കെ അവർ തന്നെ അങ്ങ് എടുക്കും. നമ്മൾ നടന്ന് ഈ ബോട്ടിലോട്ട് കയറിയിട്ട് നമ്മളുടെ സ്പീഡ് ബോട്ടിലോട്ട് കയറി പോകണം. അപ്പോൾ ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് നടക്കുക. അങ്ങനെ നമ്മൾ നൂസ പെനേലിയ ടാറ്റ പറഞ്ഞിട്ട് നമ്മളിപ്പം സനൂറിൽ വന്നിട്ടുണ്ട്. സോ സനൂറിൽ നമുക്കിനിയിപ്പം എയർപോർട്ടിലോട്ട് പോകണം. എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് വേണം നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകാനായിട്ട്. നമ്മളിപ്പോൾ സനൂറിൽ നിന്ന് ഇപ്പം ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് എയർപോർട്ടിലോട്ട് പോകാനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ മീൻ ടൈം ഒരു മിക്സ് സ്നാക്കായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് സർക്കിൾ കെയിൽ കയറിയിരിക്കുക. അപ്പോൾ ക്യാബ് ഒരു 10 മിനിറ്റ്സിലെത്തും. നമ്മൾ ഇപ്പോൾ ടാക്സി വന്നു. ടാക്സിയിൽ പോകാനായിട്ട് വെയിറ്റിംഗ് ആണ്. നമുക്ക് എമൗണ്ട് വന്നാൽ 240. സോ ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് 240 വന്നത്. 1 അവർ ഉണ്ട് ഇവിടെയാണ്. അപ്പം 6:30 to 7:30 നമ്മൾ എത്തണം. പിന്നെ ട്രാഫിക്കും കാണും. നമുക്ക് 8:45 ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ബിഫോർ ദാറ്റ് എത്തിയിട്ട് ചെക്ക് ഇൻ ചെയ്യാം. അങ്ങനെ നമ്മൾ ഡെൻപസാർ എയർപോർട്ട് എത്തിയിട്ടുണ്ട്, ഡൊമസ്റ്റിക് ടെർമിനലിൽ. സോ ഇൻ്റർനാഷണൽ ടെർമിനലിൻ്റെ തൊട്ട് പിറകെ തന്നെയാണ് ഡൊമസ്റ്റിക് ടെർമിനലും വരുന്നത്. നമ്മൾ ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. ഓം ശാന്തി ഓം.
അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഫ്ലൈറ്റ് എടുത്ത് നമ്മൾ പോകുന്നത് സുറബയ ആണ്, ജാവ. സോ അവിടെ നമ്മൾ ഇപ്പം 8:45 ഫ്ലൈറ്റ് ഫ്രം ഡെൻപസാർ. പക്ഷേ നമ്മളവിടെ എത്തുന്നത് 9 ആണ്. അതായത് ലൈക്ക് 1 hour ബാക്കിലാണ് വരുന്നത് ജാവ. അപ്പം സുറബയ ആക്ച്വലി അവിടെ നമ്മൾ പാക്കേജ് എടുത്തിട്ടുണ്ട് 3 days and 2 nights ഇൻക്ലൂഡിങ് ദ വോൾക്കാനോ, സൈറ്റ് സീയിങ്, പിന്നെ കുറച്ച് ട്രെക്കിംഗ് ഒക്കെ. അപ്പോൾ അങ്ങോട്ടത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെക്കിൻ ചെയ്തു. ചെക്കിൻ പ്രൊസീജിയർ വാസ് ഈസി. നമ്മൾ വെബ് ചെക്കിൻ ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടൊരു 5 minutes അത്ര എടുത്തു. ഇനിയിപ്പോൾ ഫ്ലൈറ്റ് ബോർഡിങ് ചെയ്യേണ്ടത് 8 മണിക്കാണ്. 8:45 ഇവിടെ എടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങും കഴിഞ്ഞ് അകത്ത് കയറുവാണ്. പിന്നെ ഇവിടെ നമുക്ക് ലിക്വിഡ് ഐറ്റംസ് ക്യാരി ഓൺ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ആക്ച്വലി ഞങ്ങളുടെ കയ്യിൽ സൺസ്ക്രീനും വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ദേ വർ ഫൈൻ. അപ്പോൾ അവർ ബാഗിൽ തന്നെ വെച്ചോളാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഓർക്കാണ്ട് വെച്ചതാണ്, പക്ഷേ കൊള്ളാം. ഇതാണ് ഇവിടുത്തെ ഡൊമസ്റ്റിക് ടെർമിനൽ വരുന്നത്. അത്യാവശ്യം നല്ല വലുതാണ്, പിന്നെ കുറേ ഷോപ്സ് ഉണ്ട്. അപ്പം നമ്മളിപ്പം പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ATM നിൽക്കുവാണ്. ഇനിയിപ്പം അങ്ങോട്ട് പോകുമ്പം എന്തായാലും ആവശ്യം വരുമല്ലോ, അപ്പം എടുത്ത് കൈ വെച്ചേക്കാനായിട്ടാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഫോറക്സ് കാർഡിലും പൈസ ലോഡ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ലൈക്ക് നമ്മൾ മണി കൺവേർട്ട് ചെയ്ത് USD ആക്കി കയ്യിലും വെച്ചിട്ടുണ്ടായിരുന്നു, ഫോറക്സ് കാർഡിലും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് ഇപ്പോൾ ഫോറക്സിൽ നിന്നാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. നമ്മൾ എയർപോർട്ടിലുള്ളൊരു യോഷിനോയോ എന്ന് പറഞ്ഞിട്ടൊരു ജാപ്പനീസ് ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഫ്ലൈറ്റ് ബോർഡിങ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ബോർഡിങ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ സുറബയ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. സോ ഇനി ഇവിടെ നിന്ന് നമ്മൾ സ്റ്റേ എടുത്തിട്ടുണ്ട്. സോ അങ്ങോട്ട് പോവുകയാണ് മലങ്ങലോട്ട്. മലങ്ങയിൽ നിന്ന് രാവിലെ 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ഏജൻസി നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വരും, സൈറ്റ് സീയിങ്ങിന് പോവാൻ.